വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. റമദാനൊക്കെ വരികയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് അയക്കുന്നുണ്ട് റമദാൻ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ് ഇടാനായിട്ട്. അപ്പം നമുക്ക് ഫ്രൂട്ട് സലാഡ് തന്നെ തുടങ്ങാം. നമ്മൾ സാധാരണ റമദാനിന് കഴിക്കുന്ന ഫ്രൂട്ട് സലാഡ് ഉണ്ടല്ലോ, കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ്, അതിനെ എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇതേ മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതൊരു പാത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈസിയാണ്, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ജലാറ്റിൻ വേണം. ഈ ജലാറ്റിൻ കൊണ്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ള ഹലാൽ ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ജലാറ്റിൻ വരുന്നത് ഇതുപോലെയുള്ള സാഷയിലാണ്, അതായത് ചെറിയ ചെറിയ പാക്കറ്റ്സിലാണ് വരിക. ഇങ്ങനെയുള്ള ഒരു പാക്കറ്റ് 10 ഗ്രാമാണ് ഉണ്ടാവുക. ഞാനിപ്പോൾ 1.5 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, അതായത് 15 ഗ്രാമാണ് വെയിറ്റ് വരിക. ഈ ഒരു ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് ഒരു 8 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ആ ഒരു മെഷേഴ്സാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ജലാറ്റിനിലേക്ക് 1/3 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1/3 ഭാഗം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് പൊങ്ങി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാലാണ്. ഈ പാലൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. മധുരം ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. കസ്റ്റേർഡ് പൗഡർ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് സാദാ പാല്, അതായത് ചൂടാക്കാത്ത പാല്, തണുത്ത പാലായാലും കുഴപ്പമില്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലായാലും കുഴപ്പമില്ല, അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാലില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് തിക്കാവുന്നത് കാണാം. ഒരുപാടൊന്നും തിക്കാവില്ല, പക്ഷേ ഒരു ക്രീമി ആയിട്ട്, നമ്മളെ വിപ്പിംഗ് ക്രീം, ഹെവി ക്രീമൊക്കെ പോലെ ക്രീമി ആയിട്ട് ആയി കിട്ടും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ കുതിരാൻ വെച്ച ജലാറ്റിൻ ഇല്ലേ, ആ ജലാറ്റിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജലാറ്റിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മിക്സ്ചർ ചൂടാക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയാൽ തന്നെ ജലാറ്റിന് ആ ചൂടിൽ മെൽറ്റ് ആയിക്കോളും. പിന്നെ ഗ്യാസ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ജലാറ്റിൻ അല്ലാതെ ചൈന ഗ്രാസ് ചേർക്കണം എന്നുള്ളവർക്ക് ചൈന ഗ്രാസ് ചേർക്കാം, പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കണം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇത്ര വേണ്ട. ഇത്രയും ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ മിക്സ്ചർ ഹാർഡായി പോവും. ഒരു 10 ഗ്രാമൊക്കെ മതിയാവും. ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ മധുരവും വെള്ളമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂട് തടയാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ചൂട് തടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചൂടൊന്നും തടയണ്ട, ഇപ്പോഴുള്ള നല്ല ചൂടൊന്ന് കുറഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഉള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിലിടാം. ഞാൻ ഒരു ഫിലിപ്പീൻ ബനാന, അതായത് റോബസ്റ്റ പോലുള്ള ബനാന എടുത്തിട്ടുണ്ട്, 2 കിവി, ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, 5 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരിയും 2 ആപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പാലിൻ്റെ മിക്സ്ചർ ചൂട് തണുന്ന സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഓറഞ്ച് പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സ്, പപ്പായ, അതൊന്നും ചേർക്കരുത്, അപ്പം കയ്പ്പ് വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴം, ആപ്പിളൊക്കെ ആയിട്ട് ലാസ്റ്റിൽ കട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സലാഡ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ 10 ഇഞ്ച് വായവട്ടമുള്ള ഒരു ബണ്ട് പാനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബണ്ട് പാൻ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് ആ പാത്രത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സലാഡ് സെറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയായാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ബണ്ട് പാനിലാണ്, കാരണം അത് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്ട്രോബെറീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് സെറ്റായി വരുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും.
നിങ്ങൾ സാധാരണ ഫ്രൂട്ട് സലാഡിലിടുന്ന എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ കയ്പ്പ് വരുന്ന ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇടാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എടുത്ത് കാണിക്കും. ഒരു 5 മിനിറ്റ് എനിക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. ആ ഒരു സമയം മാത്രമേ ഞാൻ നമ്മുടെ ആ ഒരു മിൽക്കിൻ്റെ മിക്സ്ചർ ചൂട് തടയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയൊരു ചൂട് ഇതിനുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു പാത്രം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് സെറ്റാവും. അതല്ല പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലും വെക്കാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പം തന്നെ മുകൾ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ബൺ പാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നടുവിലുള്ള ആ സർക്കിളിന് ചുറ്റും ഞാനിതുപോലെ വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് മറിച്ചിടാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറും അതുപോലെ തന്നെ സിലിക്കൺ മോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ മറിഞ്ഞ് കിട്ടും. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അതല്ല ഇതുപോലെയുള്ള അലൂമിനിയം ബേക്കിംഗ് ടിന്നുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടവലിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ ചൂടുള്ള ടവൽ ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ആ ജലാറ്റിൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഡീമോൾഡായിട്ട് കിട്ടും. ഞാനതുപോലെ ചൂടുള്ളൊരു ടവൽ വെച്ച് കൊടുത്തപ്പം ഡീമോൾഡായിട്ട് നമ്മുടെ സെറ്റായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് പ്ലേറ്റിലേക്ക് വീണിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം കസ്റ്റേർഡിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിന് ഉണ്ടാവുക. നല്ല ക്രീമി ആയിരിക്കും നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഇട്ടുകൊണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാംഗോൻ്റെ സ്ലൈസസും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തിട്ടുള്ള സ്ട്രോബെറീൻ്റെ പീസസും അതുപോലെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് കാണാനൊരു കേക്ക് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കും ഒക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഒരു കൗതുകമായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റംദാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും പറയണം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സും കൂടെ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ആൽമണ്ടാണ് ഇടുന്നത്. ആൽമണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് തോല് കളഞ്ഞിട്ട് ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ചതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം, ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള ആവശ്യത്തിന് അതിൻ്റെ ബ്ലാക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കുറച്ച് പോയി. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പ്ലേറ്റിൽ ഏതിലാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത് അതിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതാരും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. ഇൻഷാല്ലാ റമദാന് കൂടുതൽ റെസിപ്പീസായിട്ട് എന്തായാലും വരുന്നതാണ്. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.